ഇനി ഒന്ന് കരുനാഗപ്പള്ളിയിലേക്ക് പോകാം. ആദ്യം ഇന്നലെ, പിന്നെ ഇന്ന്. മുതലാളിക്ക് വേണ്ടിയാണ് ഈ പാർട്ടി വിളിച്ചവരടുത്ത് കൈവെള്ളം വെച്ചു കൊടുത്തേക്കുന്നത്. ഇവരിൽ നിന്ന് മോചനം നേടിയേ പറ്റൂ. ഇത് പാവങ്ങളുടെ പ്രസ്ഥാനമാണ്. ആയിരങ്ങൾ ജീവൻ നൽകിയ പ്രസ്ഥാനമാണ്. പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തെയും പാർട്ടി അംഗീകരിക്കത്തില്ല. പാർട്ടി കരുത്തോടു കൂടി തന്നെ കൊല്ലം ജില്ലയിലും കേരളത്തിലും ശക്തിയായി മുന്നോട്ട്. CPIM നേതൃത്വം ഈ രണ്ട് ദൃശ്യങ്ങളും കാണണം. കരുനാഗപ്പള്ളിയിലെ CPIMലെ വിഭാഗീയത പൊട്ടിത്തെറിച്ചപ്പോൾ അത് പകർത്തിയ റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമ സംഘത്തെ കയ്യേറ്റം ചെയ്യുന്നതാണ് ആദ്യം കണ്ടത്. സമ്മേളനത്തിൽ പുറത്തുനിന്നുള്ളവർ കടന്നുകയറിയെന്നാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ആരോപണം. കൊല്ലം ജില്ലാ സെക്രട്ടറിയും അത് ഏറ്റുപറയുന്നു. എന്നാൽ ഇന്ന് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കണ്ട കാഴ്ച അതല്ലല്ലോ. വിഷയത്തിൽ കർശന മുന്നറിയിപ്പുമായി സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നു. തെറ്റായ ഒരു പ്രവണതയും പാർട്ടിക്കകത്ത് വെച്ചു പൊറുപ്പിക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതും നാം കേട്ടു. സംഭവങ്ങൾക്ക് മുഴുവൻ സാക്ഷിയായ ദിലീപ് ദേവസ്യയിലേക്ക് നമുക്ക് പോകാം. ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ. ഇന്നലെ തള്ളിമാറ്റുന്നതും മൈക്ക് പിടിക്കാൻ നോക്കുന്നതുമൊക്കെ ഒരു 10-10:15 ആയപ്പോൾ നമ്മളൊക്കെ തത്സമയം കണ്ടതാണ് അവിടെ എന്താണ് നടന്നതെന്ന്. അതിനുശേഷം ഇന്നിതാ നഗരത്തിൽ നടക്കുന്ന പ്രതിഷേധം. എവിടേക്കാണ് ഈ പോക്ക്? അതുതന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത് സുജയ. ഈ എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ള, കാരണം നല്ല രീതിയിൽ പോകുന്ന ഒരു പാർട്ടി, ഈ പാർട്ടിയുടെ അച്ചടക്കം തന്നെ നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കേണ്ടതാണ്. ഏതൊരു പരിപാടിക്കും CPMൻ്റെ പരിപാടികളുടെ അച്ചടക്കം എടുത്തു പറയേണ്ട ഒന്നാണ്. പക്ഷേ ഇന്നലെ കൊല്ലം കുലശേഖരപുരത്ത് അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള മര്യാദകളും പാലിക്കാതെയുള്ള ഒരു സമ്മേളനം, ലോക്കൽ കമ്മിറ്റി സമ്മേളനമാണ് അവിടെ ഉണ്ടായത്. അതിൽ എടുത്തു പറയേണ്ടത് സംസ്ഥാന സമിതി അംഗങ്ങളായ 2 പേരെ ഈ ലോക്കൽ നേതാക്കൾ പൂട്ടിയിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ലോക്കൽ കമ്മിറ്റിയിലേക്ക് ലൈംഗികാരോപണ കേസിലുള്ള ഒരാളെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തകർ പൂട്ടിയിട്ടത്. സംസ്ഥാന സമിതി അംഗങ്ങളായ സോമപ്രസാദ്, രാജഗോപാൽ തുടങ്ങിയവരെയാണ് ഇന്നലെ പൂട്ടിയിട്ട്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടെ തന്നെ റിപ്പോർട്ടർ സംഘം അവിടെ എത്തുകയും ആ വാർത്തകൾ, ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ മുറിയിൽ ഈ സംസ്ഥാന സമിതി അംഗങ്ങളെ പൂട്ടിയിട്ടത് മാത്രമല്ല, പുറത്ത് പ്രധാന കവാട ഗേറ്റ് അടക്കം പ്രവർത്തകർ പൂട്ടിയിരുന്നു. പിന്നീട് നമ്മൾ എത്തിയതിനു ശേഷം നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, ഒരു കല്ലെടുത്ത് പൂട്ട് തല്ലിപ്പൊളിച്ചിട്ടാണ് പ്രവർത്തകർ അകത്ത് കയറിയതും. പിന്നീട് അകത്തുനിന്നുള്ള പ്രവർത്തകർ പുറത്തിറങ്ങി ദൃശ്യങ്ങൾ പകർത്തുന്ന മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ തന്നെ പ്രകോപിതരായി. പിന്നെ കേൾക്കാനറയ്ക്കുന്ന തെറി പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടറിൻ്റെ അടക്കം മൈക്ക് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു. 24ൻ്റെ ക്യാമറയുടെ ലൈറ്റ് തല്ലിപ്പൊട്ടിക്കുന്നു. അവിടെ ഇന്നലെ തെരുവ് യുദ്ധം നടക്കുന്നു. പ്രവർത്തകർ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്നു. സ്ത്രീകളടക്കമുള്ളവരെ പൂട്ടിയിരുന്ന സാഹചര്യം. ആ സ്ത്രീകളടക്കം പുറത്തു വന്ന് പാർട്ടിക്കെതിരെ പറയുന്നു. ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ CPM പാർട്ടിക്കെതിരെ വനിതാ നേതാക്കളുടെ പ്രതികരണം ഉണ്ടാകുന്നത്. അതായത് വനിതാ നേതാക്കൾ പറയുന്നത് പാർട്ടി അവരുടെ ജീവനാണ്. ആ പാർട്ടിയിൽ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ ജീവന് കളങ്കം വരുന്ന തരത്തിലുള്ള ആളുകൾ വന്നു കയറുന്നത്, അതായത് ലൈംഗികാരോപണ കേസിൽ ആരോപണ വിധേയനായ ആൾ ലോക്കൽ സെക്രട്ടറി ആയതോടുകൂടെ അവിടെ സ്ത്രീകൾ മുന്നിട്ടിറങ്ങുന്നു. അവർ നേരത്തെ തന്നെ ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും പരാതി നൽകുന്നു. പക്ഷേ ആ പരാതിയെല്ലാം തള്ളിക്കളയുകയും ചെയ്തു. ഇന്ന് കരുനാഗപ്പള്ളി നഗരത്തിൽ കണ്ടത് ഈ നേതാക്കൾക്കെതിരെയുള്ള ഒരു പോസ്റ്റർ പതിച്ചതാണ്. ഈ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് കുറുവാ സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് CPM പാർട്ടിയെ രക്ഷിക്കണം, സേവ് CPM എന്നാണ്. ഇന്ന് മറ്റൊരു നേരത്ത് 10 മണിയോടുകൂടെ നമ്മൾ കണ്ടത് ആർത്തിരമ്പി വരുന്ന CPM പ്രവർത്തകർ കരുനാഗപ്പള്ളി ഏരിയ. നമുക്ക് ആ പ്രതിഷേധത്തിലേക്ക് ഒന്ന് പോകാം. പ്രവീൺ പുരുഷോത്തമനാണ് ആ പ്രതിഷേധത്തിലുണ്ടായിരുന്നത്. ദിലീപ് തുടരുക. ദിലീപ് ഇപ്പോൾ സൂചിപ്പിച്ച പരസ്യ പ്രതിഷേധത്തിലേക്ക് നമുക്ക് പോകാം. പ്രതിഷേധക്കാരായ സ്ത്രീകൾ